ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഉണ്ട്. അപ്പോൾ അക്ക് പോയി വീഡിയോ എല്ലാവരും കണ്ടു കാണുമല്ലോ. അപ്പോൾ പോയതിന് ശേഷം ഞാൻ എൻ്റെ വീട്ടിൽ വന്നു. അപ്പോൾ എൻ്റെ വീട്ടിലെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് കുട്ടി ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ അപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഇന്നാണെങ്കിൽ മഴ ദിവസമായിട്ട് ഇത്ര നാളെ നമ്മൾ ചൂടുന്നോട്ട് പെട്ടെന്ന് മഴയും തണുപ്പൊക്കെ ആയിട്ട് അങ്ങനെയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് എങ്ങനെയാണെന്നൊക്കെ നോക്കാം. പിന്നെ എനിക്കിന്നൊന്ന് പുറത്തൊക്കെ പോകേണ്ട കുറച്ച് ആവശ്യങ്ങളൊക്കെ ഉണ്ട്. മഴയാണെങ്കിൽ അതൊക്കെ നാളത്തേക്ക് മാറ്റി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ വീട്ടിലെ കുറച്ച് വിശേഷങ്ങളും എൻ്റെ അമ്മയുടെ കുറച്ച് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും കാണാം. സോ സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ നല്ല ലേറ്റായിട്ടാണ് എണീറ്റിട്ടുള്ളത്. പിന്നെ അതിന് അക്കൂനെയൊക്കെ വിളിച്ച് അപ്പോൾ അക്കു പോയതിന് ശേഷം ആകെ മൂഡ് ഔട്ടായിട്ട് ഇരിക്കണമായിരുന്നു കേട്ടോ. എനിക്ക് ഇത്ര നാളെ ഞങ്ങൾ കൂടെ ഉണ്ടായതല്ല. അപ്പോൾ എന്നെക്കാട്ട് കൂടുതൽ വിഷമം അക്കൂക്കായിരിക്കും. ഞാൻ ഇവിടെ ഫാമിലി ആയിട്ടും എൻ്റെ ക്ലോസ് സർക്കിളുള്ള ആൾക്കാരൊക്കെ ആയിട്ടല്ല നിൽക്കണം. അക്കോടെ ഒറ്റക്കും കൂടിയാണ്. അപ്പോൾ അങ്ങനെ വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇന്ന് മുതൽ ഡ്യൂട്ടിക്ക് പോയി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അത് ഞാൻ എണീറ്റപ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പുട്ടും പരിപ്പുമായിരുന്നു കേട്ടോ ഇന്ന്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് ടി വി ഒക്കെ കണ്ടിരുന്നു. പിന്നെ അതിന് ശേഷം എനിക്കുള്ള പണി ചീര ശരിയാക്കലായിരുന്നു കേട്ടോ. എനിക്ക് ചീര എന്ന് വെച്ചാൽ കുറച്ച് ഫേവറേറ്റ് ആണ്, ഭയങ്കര ഇഷ്ടമാണ് ചീര. അപ്പോൾ അത് നന്നാക്കണം എൻ്റെ പണിയായിരുന്നു. അപ്പോൾ ഞാനും ഉണ്ട്, മമ്മിയുണ്ട് കേട്ടോ. ഉമ്മാടെ ഉമ്മയും ഞങ്ങളുടെ കൂടെ ഉള്ളത്. അപ്പോൾ മമ്മിയുണ്ട്, ഞങ്ങൾ രണ്ടുപേരും കൂടെ അത് ചെയ്യണമായിരുന്നു. പിന്നെ അതേന് കുറച്ച് നേരം കിച്ചണിൽ പോയി മമ്മ അപ്പം മീനൊക്കെ നന്നാക്കണമായിരുന്നു. അപ്പോൾ മമ്മയായിട്ടൊക്കെ വർത്താനം പറഞ്ഞ് അങ്ങനെ കുറച്ച് നേരം കിച്ചണിൽ നിന്ന് പിന്നെ അത് കഴിഞ്ഞ് അമ്മ വേഗം കറിയൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കപ്പയും ചാളയും കൂടി ഇട്ട് വെച്ചതാണ്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. പക്ഷെ എനിക്കിതിൻ്റെ ഒന്നിൻ്റെ റെസിപ്പി വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. പിന്നെ ചാള മുളകിട്ട് വെച്ചതാണ് കേട്ടോ. പിന്നെ ചീരയും പ്രിപ്പയർ ചെയ്ത് എല്ലാം അമ്മയുടെ സ്പെഷ്യലാണ് കേട്ടോ. ഞാൻ വന്നതിന് അമ്മ സ്പെഷ്യലായിട്ടൊക്കെ ചെയ്തതാണ്. പിന്നെ ഫിഷ് ഫ്രൈ ഉണ്ടായിരുന്നു. മീനിൻ്റെ മുട്ട എത്രയായിരിക്കും ഇഷ്ടമാണ്, എനിക്ക് നല്ല ഇഷ്ടമാണ്. പിന്നെ ഒരു ഞണ്ട് പൊരിച്ചതും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പണികളൊക്കെ തീർത്തിട്ട് എനിക്കാകെ ആ ചീര മാത്രം ചെയ്യാനുണ്ടായുള്ളൂ. പനിയൊക്കെ തീർത്തിട്ട് ഞാൻ പോയി ഫ്രഷ് ആയിട്ട് വന്ന് ഞാൻ വെള്ളമൊന്ന് പുറത്ത് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. ഹലോ, അപ്പം ഞാനും അമ്മയും കൂടെ അതെ ഒന്ന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്ട്. അപ്പം ഇത് ഇറങ്ങാൻ വേണ്ടി നിന്നപ്പോഴത്തേക്കും നല്ല മഴ പെയ്ത്. അപ്പം ന്യൂസിലൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു മഴയാണ്, ന്യൂനമർദ്ദം എന്നല്ലേ പറഞ്ഞത്, ന്യൂനമർദ്ദമാണ് മഴയാണെന്ന്. രാവിലെ ഇന്ന് വിചാരിച്ചത് മഴയാണെങ്കിൽ പോകണ്ട, നാളത്തേക്ക് പോകാമെന്നായിരുന്നു. പക്ഷെ ഇന്ന് പണികളൊക്കെ വേഗം തീർത്തപ്പോഴത്തേക്കും അമ്മക്ക് മഴയത്തൊന്നും ഇറങ്ങണം ഇഷ്ടമില്ല കേട്ടോ. ഞാനപ്പോൾ അങ്ങനെ നിർബന്ധിച്ചുകൊണ്ടാണ്. എനിക്കിഷ്ടമാണ് മഴയത്തൊക്കെ പോണത്. പിന്നെ അതേന് ഞാൻ പറഞ്ഞല്ലോ ഡ്രസ്സ് മേടിക്കാനാണെന്ന് പറഞ്ഞിട്ടുണ്ടായില്ല. അങ്ങനെ ഡ്രസ്സുകളൊക്കെ നോക്കി. ആക്ച്വലി ഇന്ന് വന്നിട്ടുണ്ടായത് അമ്മക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എനിക്കും കുറച്ച് ടോപ്സൊക്കെ ഇഷ്ടമായിട്ടുണ്ടായി. ഇതൊരു കോട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കാണുന്ന ഡ്രസ്സുകളൊക്കെ ഇട്ട് എനിക്ക് ട്രയൽ നോക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടപ്പെട്ടാൽ എടുക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അക്കുവിനോടൊക്കെ പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടത് ഉണ്ടെങ്കിൽ നല്ലതാണെങ്കിൽ എടുത്തോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കുറച്ച് ടോപ്പും മമ്മാക്കുള്ള ഇങ്ങനെ കുർത്തി സംഭവങ്ങളൊക്കെ മമ്മാക്കാണ് നോക്കിയിട്ടുള്ളത്. പിന്നെ എനിക്ക് ഈ പീച്ച് കളറ് ഒരു കാണുമ്പോൾ ഫോണിൽ അങ്ങനത്തെ കളറല്ല തോന്നുന്നത്, ഭയങ്കര രസമുണ്ടായിരുന്നു. പക്ഷെ കൈ സ്ലീവ് ചെറുതായിരുന്നു, അതുകൊണ്ട് ഇതെടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. ചെറിയൊരു ഫ്രോക്ക് പോലെ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ബാക്കിയുള്ളതൊക്കെ മമ്മാക്ക് ഇങ്ങനത്തെ കുർത്തീസും എനിക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, ഈ ബ്രൗൺ കളർ. അങ്ങനെ എൻ്റെ സെലക്ഷനാണ്. പിന്നെ ഞാൻ ഈ ഒരു മൾട്ടി കളർ ടീഷർട്ടും അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ നോക്കി. പിന്നെ അതിന് കുറച്ച് നമുക്ക് വീട്ടിലേക്കുള്ള സംഭവങ്ങളൊക്കെ കുറച്ച് മേടിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതും ഞങ്ങൾ രണ്ടുപേരും നോക്കി. വലുതായിട്ടൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് കണ്ടെയ്നേഴ്സും അങ്ങനത്തെ സംഭവങ്ങളൊക്കെയായിരുന്നു ഞങ്ങൾക്ക് വേണ്ടത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും വന്നതിനും കാട്ടി ഭയങ്കര ശക്തിയിലുള്ള മഴയായിരുന്നു കേട്ടോ. ഒരു രക്ഷയുണ്ടാകാത്ത മഴയായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കും ഓട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ തിരിച്ച് പോണത് ഏതായാലും ബസ്സിലൊന്നും നടക്കില്ല, അത്ര മഴയുണ്ട് പുറത്ത്. അങ്ങനെ ഞങ്ങൾ അപ്പോഴത്തേക്കും വീടെത്തി. അടുത്ത് തന്നെയാണ് കേട്ടോ വീടെത്തി. പിന്നെ അതിന് ലഞ്ചൊക്കെ കഴിച്ച് മമ്മയുടെ സ്പെഷ്യൽ കറികളൊക്കെ കൂട്ടിയിട്ട് ലഞ്ചൊക്കെ കഴിച്ച്. പിന്നെ അതിന് ഈവനിങ് ഞാൻ നോക്കിയപ്പോഴത്തേക്കും സ്നാക്സ് സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അബ്ബാനോട് എന്തെങ്കിലും ന്യൂഡിൽസോ മാഗി എന്തെങ്കിലും മേടിക്ക്, എനിക്കും അനിയന്മാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ മാഗി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്ട്. എനിക്കും എൻ്റെ അനിയന്മാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് മാഗി. അപ്പോൾ ഞങ്ങൾക്ക് 3 പേർക്കും മാഗി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഒരു പാക്കറ്റ് വെള്ളമൊക്കെ ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്.
അപ്പോൾ നമ്മുടെ ന്യൂഡിൽസ് എല്ലാം ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇത് നോക്കിക്കേ, അടിപൊളിയായി വന്നിട്ടുണ്ട്. നമുക്കിതൊക്കെ സെർവ് ചെയ്യാം. സംഭവങ്ങൾ അധികം ഒന്നും ഉണ്ടായിരുന്നില്ല, ആകെ ക്യാബേജും നമ്മുടെ സവോളയും മുട്ടയും മാത്രം ഇട്ടിട്ടുള്ളൂ. കുറച്ചധികം സംഭവങ്ങളൊക്കെ ഞാൻ അതിന് മുന്നേ ന്യൂഡിൽസിൻ്റെ വീഡിയോസൊക്കെ ഇട്ടിട്ടില്ലേ, അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ നല്ലതായിട്ട് അടിപൊളിയായാനെ. ഇപ്പോൾ ഉള്ളതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും സെർവ് ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ അനിയന്മാർക്കൊക്കെ രണ്ടുപേർക്കും ന്യൂഡിൽസൊക്കെ ഉള്ളത് സെർവ് ചെയ്ത് കൊടുത്തു. ഞാൻ അത്ര അങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, അവർക്ക് തന്നെയായിരുന്നു കൊടുത്തിട്ടുണ്ടായത്. മമ്മാക്ക് ഇഷ്ടമാണ്, അപ്പം കഴിക്കാറില്ല ന്യൂഡിൽസ് മാഗി അങ്ങനത്തെ സംഭവമൊന്നും ഇഷ്ടമില്ല. ഞാനപ്പോൾ കുറച്ച് ടേസ്റ്റ് നോക്കി. പിന്നെ ഞാൻ ചോറായിരുന്നു കഴിച്ചിട്ടുണ്ടായത്. അപ്പോൾ ഏകദേശം നൈറ്റ് ആവാൻ പോകുന്ന ടൈമായിരുന്നു. പിന്നെ എനിക്ക് വേഗം കഴിച്ച് പരിപാടിയൊക്കെ തീർത്തിട്ട് വോയിസ് ഓവറൊക്കെ കൊടുക്കാറുണ്ട്, വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ ടൈം പോവും. ഹലോ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ എന്തായാലും വൈൻഡ് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ നമുക്കിനി വരുന്ന ദിവസങ്ങൾ ഓരോ വീഡിയോസും അപ്ഡേറ്റ്സൊക്കെ ആയിട്ട് കാണാം. അതുവരെ സ്റ്റേ ട്യൂൺ. ബൈ ബൈ.